ഞാൻ ഗൂഢാലോചന വാക്കുപയോഗിച്ചില്ല. പക്ഷേ അതിനകത്ത് ദുരൂഹത നമുക്ക് തോന്നാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമതായിട്ട് ഭൂപരിഷ്കരണത്തെക്കുറിച്ചുള്ള ചർച്ച അല്ലാത്തതുകൊണ്ട് പക്ഷേ നമ്മൾ സംസാരിച്ച മുഴുവൻ ഭൂവിഷയത്തെക്കുറിച്ചാണ്. അതിന് ഒരു പ്രൈമറി കോൺട്രഡിക്ഷൻ തന്നെ ഇപ്പം തന്നെ റിവീൽ ചെയ്തു. അതായത് 83 റീസർവേയുടെ സമയത്താണ് ഈ പുറമ്പോക്ക് ഭൂമി കൈവശപ്പെടുത്തിയിരുന്നത്. എന്ന് വെച്ചാൽ ഭൂപരിഷ്കരണം ഇപ്പം നടപ്പാക്കി, ഭൂപരിഷ്കരണം അടിസ്ഥാനം അപ്പോൾ അതന്നെ പൊളിഞ്ഞു തന്നെ കഴിയും. ഭൂപരിഷ്കരണം കയറി നടപ്പാക്കിയതിന് തെളിവാണിത്. ഈ പുറമ്പോക്ക് ഭൂമിയിൽ പട്ടയാവകാശം ഇല്ലാതെ ദളിത് കുടുംബങ്ങൾ ജീവിക്കുന്നു. ആ ഭൂമി പിന്നീട് കയ്യേറ്റത്തിൽ നടത്തപ്പെട്ട റീസർവേയിൽ 83 മാനിപ്പുലേഷൻ വാക്കുപയോഗിച്ചു. അപ്പോൾ എന്നെ കാണിക്കുന്നത് എന്താ? അപ്പോൾ കേരള ഭൂപരിഷ്കരണത്തെക്കുറിച്ചിട്ട് ഞാനല്ല, ഇത് പഠിച്ച സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുടെ അനവധി പുസ്തകമുണ്ട്. കുഞ്ഞാമാഷ്ട വിശദമായ ഇതുണ്ട്. ഒരുപാട് ദളിത് ചിന്തന വിഷയത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഭൂപരിഷ്കരണം എങ്ങനെയാണ് കേരളത്തിൽ പരാജയപ്പെട്ടെന്നും അതിൻ്റെ ഭാഗമാണ് ഭൂസമരങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുള്ളത്. ഇത് ഞാൻ വിശദാംശം പറഞ്ഞത് അതൊക്കെ ഞാൻ ഉണ്ടാക്കിയ കഥയാണ്. ഭൂപരിഷ്കരണം കേരളത്തിൽ ആണെന്നെനിക്ക് ഒരു പരാജയമായിരുന്നുള്ളത് വലിയ തോതിലുള്ള ചർച്ച നടന്നിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളുണ്ട്. നമ്മുടെ എത്രയോ പഠനങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സംബന്ധിച്ചിടത്തോളം ഈ നേരത്തെ ബഹുമാനപ്പെട്ട മുൻ എം എൽ എ സൂചിപ്പിച്ച കാര്യം ശരിയാണ്. ഈ സുപ്രീം കോടതി പോയി കേസ് നടത്താൻ ഇത് വളരെ പ്രധാനമാണ്. കേസ് നടത്താനായിട്ട് ഇപ്പോൾ പ്രായോഗികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ സമയത്ത് എന്ത് സഹായം ചെയ്ത് ഈ കേസ് നടന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ടൊന്നല്ല പറയുന്നത്. ഒരു രാഷ്ട്രീയ സംവിധാനം ഇന്ന് എനിക്കോട് ബഹുമാനപ്പെട്ട നമ്മുടെ കഴിഞ്ഞ വ്യവസായ മന്ത്രിയാണ് നമ്മുടെ സമരം ഉദ്ഘാടനം ചെയ്യാൻ പോയത്. അദ്ദേഹത്തിൻ്റെ സ്ഥലം കൂടിയാണല്ലോ എറണാകുളം. അദ്ദേഹം ജില്ലാ സെക്രട്ടറിയുടെ സ്ഥലമാണ്. എന്ത് സഹായം ചെയ്തിട്ടുള്ളത്? അത് UDF-നോട് ചോദിച്ചോ, എനിക്ക് LDF-നെ മാത്രമായിട്ട് ഉന്നയിച്ചെന്ന് ഞാൻ പറഞ്ഞല്ല. എന്ത് സഹായം നിയമസഹായം സഹായിച്ചിട്ടുള്ളത് ഇല്ല എന്നുള്ള മനസ്സിലാക്കേണ്ട നമ്മൾക്ക്. കാര്യം ഇവർക്ക് നിയമപണ്ഡിതരുണ്ട്. ഇവർ നിയമത്തിന് നിയമജ്ഞനാണ്. MLA തന്നെ വളരെ നിയമപണ്ഡിതനായിട്ടുള്ള ആളാണ്. എന്ത് സഹായം ചെയ്തിട്ടുള്ളത്? അപ്പോൾ അവിടെയാണ് ഫൈറ്റ് ഇപ്പോൾ പരാജയപ്പെട്ട നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതിന് മനസ്സിലാക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. ഇനി ആഭ്യന്തര നയത്തെക്കുറിച്ച് ഞാൻ അതുപോലെ ചാനൽ ചർച്ചയെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. ഈ ചർച്ചയിൽ ഏത് ചർച്ചയിലും അതിൽ ആ പ്രശ്നത്തിൽ അഭിമുഖീകരിച്ച വ്യക്തികൾ, പ്രത്യേകിച്ച് അവിടെ ആ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ചർച്ചയിൽ വേണ്ടത് തന്നെയാണ്. സംശയമില്ല. കാര്യം അവരുടെ അഭിപ്രായമല്ല. കാര്യം ഇത് ചാനൽ ചർച്ചയിലൂടെ പരിഹരിക്കാൻ പറ്റുന്ന കാര്യം. പക്ഷേ അവരുടെ അഭിപ്രായം സമൂഹം കേൾക്കണം. അത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. എൻ്റെ അഭിപ്രായത്തെക്കാളെല്ലാം എൻ്റെ അഭിപ്രായം എന്ത് പ്രസക്തി അവരുടെ അഭിപ്രായത്തിന് മുമ്പിൽ? അതൊക്കെ വളരെ ശരിയായിട്ടുള്ള കാര്യം. ഞാൻ 100% ശരിയാണ്. പക്ഷേ എന്തായാലും മീഡിയ കൊണ്ട് അഭിനന്ദിക്കണം. കാര്യം ഇതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് മറ്റ് ചാനലുകളിൽ ചർച്ച ചെയ്യുന്നില്ല. കേരളം ഏറ്റവും ശ്രദ്ധാപൂർവ്വം നോക്കുന്ന വിഷയമാണ് ആഭ്യന്തര നയം. മറ്റ് നയങ്ങളെല്ലാം വ്യവസായ നയം പ്രധാനപ്പെട്ട തന്നെ, വിദ്യാഭ്യാസ നയം പ്രധാനപ്പെട്ട. പക്ഷേ ആഭ്യന്തര നയം നമ്മുടെ സമൂഹത്തെ എല്ലാവരെയും ബാധിക്കുന്ന. കാരണം കേരളം ഉയർത്തിപ്പിടിച്ച പല കാര്യങ്ങളുണ്ട്. ഇവിടെ വിദ്വേഷ പ്രചരണം നടത്തുന്ന രീതി, അതിനെതിരെ ആഭ്യന്തര നയം എന്തായിരിക്കും നമ്മൾ അറിയേണ്ട കാര്യമാണ്. വിദ്വേഷ പ്രചരണം രാപ്പകലില്ലാത്ത പല ഉന്നതരും മുതൽ ഉന്നതരല്ലാത്ത ആൾക്കാർ രാപ്പകൽ വിദ്വേഷ പ്രചരണം നടത്തുന്നു. എന്ത് ഇടതുപക്ഷം ചുക്കും ചെയ്തിട്ടില്ല. അവരെ കീഴ്പ്പെട്ട് നിൽക്കുക ചെയ്യും. നമ്മളെല്ലാം കണ്ടതല്ലേ. അവർ ഓച്ചാനിച്ച് പോയി നിൽക്കല് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും ആഭ്യന്തര നയം? വിദ്വേഷ പ്രശ്നത്തിന് ആഭ്യന്തര നയം പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ ഇവിടുത്തെ ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങളോടുള്ള പോലീസ് സമീപനം മാറുമോ? അതായത് ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയാൽ അവിടെ പോലീസ് ഏമാന്മാരുടെ മുമ്പിൽ ഇങ്ങനെ ഓച്ചാരിച്ച് നിൽക്കേണ്ടി വരും. അതോ അവിടെ കസാരി ഇരുന്ന് അവർക്ക് സംസാരിക്കാൻ പറ്റുമോ? കാര്യം എല്ലാ പൗരാവകാശത്തെയും പോലെ സംസാരിക്കാൻ പറ്റുമോ? അത് ആഭ്യന്തര നയം വ്യക്തമാക്കേണ്ടതാണ്. ഇങ്ങനെ കുടിയൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസിന് മാത്രമല്ല പല വിഷയങ്ങളും കുടിയൊഴിപ്പിക്കുന്നതായിട്ട് കാണാം. ബാങ്ക് ജപ്തി തുടങ്ങിയ വിഷയങ്ങളെല്ലാം പോലീസ് ഇടപെടൽ എങ്ങനെയായിരിക്കും? ആരുടെ കൂടെയായിരിക്കും നിൽക്കുക? എന്ത് നിലപാടാണ് എടുക്കുക? എങ്ങനെ ആ സാമൂഹ്യ നീതിയോട് ഉറപ്പാക്കപ്പെടും? ഇത് അഭ്യന്തരത്തിൻ്റെ ഭാഗമാണ്. അതൊരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ്, രാഷ്ട്രീയ കാഴ്ചപ്പാട്. ഇതെല്ലാം ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. എനിക്ക് തോന്നുന്നു ഒരർത്ഥത്തിൽ ഈ സംഭവം വളരെ സങ്കടകരമായ സംഭവം നടന്നെങ്കിൽ, പക്ഷേ അത് ചർച്ചയെ അതിലേക്ക് നയിച്ചത്. ഇന്ന് നമ്മൾ ഏതൊക്കെ ചാനൽ ചർച്ച ചെയ്യാൻ നിൽക്കാലും പക്ഷേ ആഭ്യന്തര നയം ചർച്ച ചെയ്യപ്പെടാമെന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം അത് ഒരു സമൂഹത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ കാഴ്ചപ്പാട് വ്യക്തമാക്കുന്നു. എനിക്കൊരു സംശയമില്ല, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആഭ്യന്തര മേഖല പല കുഴപ്പങ്ങളും എന്ത് മാറ്റം വരുന്നു എന്നുള്ളതാണ് ഈ സർക്കാർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഏറ്റവും ആദ്യം അഭിമുഖീകരിക്കേണ്ട ക്വസ്റ്റ്യനും അത് തന്നെയാണ്.